പരിശുദ്ധ ഖുർആനിൽ കാഫില്ലാത്ത സൂറത്തുകളുണ്ട്. കാഫില്ലാത്ത 3 സൂറത്തുകളെ സംബന്ധിച്ചും അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഇത്തരം ഖുർആനിക സൂറത്തുകൾ എപ്പോഴും തുണയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്ത് തന്നെയാവട്ടെ, ഭക്ഷണമില്ലായ്മ, ദാരിദ്ര്യം, ഭക്ഷണമില്ലായ്മ, ആരോഗ്യമില്ലായ്മ, രോഗം, അല്ലെങ്കിൽ മറ്റ് വിവാഹ തടസ്സങ്ങൾ, ഭവന തടസ്സങ്ങൾ, പിശാചിന്റെ ഷർറ് എന്നിവയെ തൊട്ടൊക്കെ കാക്കാൻ കഴിയുന്ന, വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസപൂർവം ചെയ്യാവുന്ന, ഓതാവുന്ന, പതിവാക്കുന്ന സൂറത്തുകൾ 3 സൂറത്തുകൾ, കാഫില്ലാത്ത സൂറത്തുകൾ. ഇൻഷാ അല്ലാഹ് അവയെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ ഫീഹിന്ന കാഫുൻ വമാ ഫീഹിന്ന കാഫിൻ. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വമാ ഫീഹിന്ന കാഫുൻ, അതിൽ കാഫുകളില്ല, കാഫ് എന്ന് പറയുന്ന അക്ഷരം അവകളിലില്ല. വമാ ഫീഹിന്ന കാഫിൻ, അവ എല്ലാറ്റിനും മതിയാവുന്നതാണ്. ആ 3 എല്ലാറ്റിനും മതിയാവുന്നതാണ്. 3 സൂറത്തുകൾ പരിശുദ്ധമായ ഖുർആനിലുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മുഅ്മിനിന് ശിഫയാണല്ലോ. അതുകൊണ്ട് ഈ സൂറത്തുകളെ പതിവാക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ സൂറത്തുകളെ പറ്റി പറയാം. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ അസ്ർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ സൂറത്തിൽ 3 ആയത്തുകൾ. ഈ ആയത്തുകളിൽ ഒന്നും തന്നെ നമുക്ക് കാഫ് എന്ന് പറയുന്ന അക്ഷരത്തെ കാണാൻ കഴിയില്ല. അതാണ് കാഫില്ലാത്ത സൂറത്ത്. വമാ ഫീഹിന്ന കാഫുൻ, അവകളിൽ കാഫില്ല. വമാ ഫീഹിന്ന കാഫിൻ, അവ കാഫ് എല്ലാറ്റിനും മതിയാവുന്നതാണ്. കാഫിൻ എല്ലാ സംഭവങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള സൂറത്തുകളാണ്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ആ സൂറത്ത് ഓതൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഇതാണ് ഒന്നാമത്തെ സൂറത്ത്. രണ്ടാമത്തെ സൂറത്ത് സ്ത്രീകൾക്ക് അടുക്കളയിൽ പ്രവേശിക്കുമ്പോഴും അടുക്കളയിൽ പാകം ചെയ്യുമ്പോഴും ഒക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരു സൂറത്താണ്. എന്തിനാ അടുക്കളയിൽ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്? അടുക്കളയിൽ ബർക്കത്തുണ്ടാവാൻ. അവിടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് രുചികരമായി തോന്നുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹം നീങ്ങാൻ, അതുപോലെ അടുക്കളയിലുള്ള പരിപാടികളിലൊക്കെ ബർക്കത്തുണ്ടാവാൻ, പാചകമാവട്ടെ മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കലാവട്ടെ എന്ത് തന്നെയായാലും അതിലൊക്കെ ബർക്കത്തുണ്ടാവാനും മറ്റുള്ളവർക്ക് രുചികരമായ രീതിയിൽ തോന്നിപ്പിക്കാനും ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും സുഭിക്ഷിതമായി കൊണ്ട് വിളമ്പാനും കഴിയുന്ന, അതിനുള്ള ബർക്കത്തുണ്ടാവുന്ന ഒരു സൂറത്താണ് അടുത്ത സൂറത്ത്, സൂറത്ത് ഖുറൈശ്. സൂറത്ത് ഖുറൈശ് നമ്മുടെ സ്ത്രീകൾ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ വലിയ ബർക്കത്ത്, നിഅമത്തുണ്ടാവും. അതുകൊണ്ട് സൂറത്തുൽ ഖുറൈശ് നമ്മളെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പതിവാക്കണം ഇൻഷാ അല്ലാഹ്. ഏതാണ് സൂറത്തുൽ ഖുറൈശ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ ഒന്ന് ഓതൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഒന്നുകൂടി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف.
ഈ സൂറത്ത് നമ്മൾ പതിവായി കൊണ്ടോതിയാൽ നമ്മുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഉമ്മമാർ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സൂറത്ത് കൊണ്ട് പലതായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് കാഫില്ലാത്ത ഒരു സൂറത്താണ്. എന്താ കാഫില്ലാത്ത സൂറത്ത്? വമാ ഫീഹിന്ന കാഫിൻ വമാ ഫീഹിന്ന കാഫുൻ വമാ ഫീഹിന്ന കാഫിൻ. അവകളിൽ കാഫില്ല, എന്നാൽ അവ എല്ലാറ്റിനും മതിയാവുന്നതാണ്. ആലിമീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സൂറത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖാണ്. നമ്മളെപ്പോഴും ചൊല്ലേണ്ടുന്ന സൂറത്ത്, രാവിലെയും രാത്രിയും കിടക്കാൻ സമയത്തുമെല്ലാം ചൊല്ലുന്ന സൂറത്ത് സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലഖ് ഒന്ന് ഓതി നോക്കാം നമുക്ക് എല്ലാവരും. എൻ്റെ കൂടെ ഒന്ന് ഓതു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാർക്ക് പതിവാക്കേണ്ട സൂറത്താണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്ന ഷർറുകൾ, പിശാചിന്റെ ഷർറുകൾ, മനുഷ്യരിൽ നിന്നുണ്ടാവുന്ന മാരണങ്ങൾ, മാട്ടുകൾ എന്നിവയെല്ലാം തടയാൻ കഴിയുന്ന പതിവാക്കേണ്ടുന്ന ഒരു സൂറത്താണ് ഇത്, സൂറത്തുൽ ഫലഖ്. ഈ സൂറത്തുൽ ഫലഖ് നമ്മൾ ഓതിയപ്പോൾ സൂറത്തുൽ ഫലഖിൽ ഒരൊറ്റ കാഫ് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വമാ ഫീഹിന്ന കാഫുൻ, അവകളിൽ കാഫില്ല. പക്ഷേ വമാ ഫീഹിന്ന കാഫിൻ. ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈത്ത് കാണാതെ പഠിക്കണം. വമാ ഫീഹിന്ന കാഫുൻ. എൻ്റെ കൂടെ ഒന്ന് ചൊല്ലൂ. വമാ ഫീഹിന്ന കാഫുൻ വമാ ഫീഹിന്ന കാഫിൻ. അവകളിൽ കാഫില്ല, എന്നാൽ അവ എല്ലാറ്റിനും പര്യാപ്തമാണ് എന്ന് പറയുന്ന രണ്ട് വരികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ഈ സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ സൃഷ്ടികളുടെ എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവര്, വിവാഹം നടന്നതിൽ പ്രയാസപ്പെടുന്നവര്, ദാമ്പത്യത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്കെല്ലാം ഇത് അല്ലാഹുവിന്റെ കലാമാണ്, എന്റെ മുറാദ് ഇതാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കൊണ്ട് ആ കാര്യങ്ങൾ നിറവേറ്റിത്തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിന് ശ്രദ്ധിക്കണം. ഈ 3 സൂറത്തുകൾ പതിവാക്കിയാൽ നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാര് അത്തരത്തിലുള്ള സൂറത്തുകൾ പതിവാക്കുന്നതിലേക്ക് മുന്നിട്ട് വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പോരിശുകൾ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുകളുടെ മഹത്വം മനസ്സിലാക്കി പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാം അത് പതിവാക്കുക. മുറാദുകൾ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ ഒളൂക്ക് എടുത്തുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം 10 മടങ്ങ് വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിശാചിന്റെ ഷർറായിക്കോട്ടെ, മനുഷ്യരുടെ ഷർറായിക്കോട്ടെ, എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വേറെ വിഷയവുമായി കൊണ്ട് ഞാൻ വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.